അത് ഏകദേശം 5 വർഷക്കാലം ഇവരെല്ലാം ഡേറ്റ് മാനേജ് ചെയ്തിരുന്നത് ഞാനാണ്. അപ്പൊ അതിന് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ, അത്യാവശ്യം ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് പൈസ വേണമെങ്കിൽ ആരോട് ചോദിച്ചാലും കിട്ടുന്ന ഒരു സമയമാണ് ആ കാലഘട്ടം. പക്ഷേ ഞാൻ ഇവർക്ക് വേണ്ടി ജോലി എടുക്കുന്നുണ്ട്. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഇവരോട് 3 പേരോട് പൈസ ആവശ്യപ്പെടുകയും അതിൽ ആദ്യത്തെ മറ്റു 2 ആർട്ടിസ്റ്റുകൾ എന്നോട് ഞാൻ അവരോട് ഈ പറഞ്ഞ പോലെ തന്നെ 20 ലക്ഷം രൂപ ചോദിക്കുകയും അവരെനിക്ക് പൈസ തരികയും അവരോട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് എനിക്ക് തിരിച്ചു തരണ്ട, കാര്യം ഇത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുക്കുന്നതല്ലേ, നിങ്ങൾ നല്ല കാര്യത്തിനല്ല, അപ്പൊ നിങ്ങളത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ 2 പേരും എനിക്ക് തന്നു. ഇദ്ദേഹത്തിനോട് ഞാൻ 20 ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് 10 ലക്ഷം രൂപ തന്നു. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണിത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ടുള്ള പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം എന്നെ പറ്റി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് നോക്കിയിട്ട് വേണമായിരുന്നു ഉന്നയിക്കാനായിട്ട്. അതുപോലും പുള്ളി ചെയ്യാതെയാണ് ഇങ്ങനെ ചെയ്തത്. എനിക്ക് അദ്ദേഹം 10 ലക്ഷം രൂപ ആദ്യം തരികയും 1 മാസം കഴിഞ്ഞപ്പോൾ 4 ലക്ഷം രൂപ തരികയും ആ 4 ലക്ഷം രൂപ 2ാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പുള്ളിക്ക് പല പ്രാവശ്യമായിട്ട് 3 ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നോട് പുള്ളി 1 പ്രാവശ്യം മാത്രമേ കാശ് തിരിച്ചു വെച്ചുള്ളൂ. അത് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇപ്പം എന്തെങ്കിലും നിവൃത്തിയില്ല, ഞങ്ങൾ 2 ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഷിപ്പ് എന്തെങ്കിലും ഉണ്ടാവില്ല, എൻ്റെ ഒരു ആവുമ്പോൾ തയ്യാർ. അപ്പൊ പുള്ളിയാലും പറയും എനിക്കതൊന്നും കുഴപ്പമില്ല, എനിക്ക് സിനിമ ഒന്നും പിടിച്ചെന്നാൽ മതി, ഒരു പടത്തിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ റെഡിയാക്കി തരും എന്നാണ് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത്.